ചർച്ചകൾ തള്ളി ആർ ജെ ഡിയും യു ഡി എഫിലേക്കില്ല. ഇടത് മുന്നണിയിൽ തന്നെ ഉറച്ചു നിൽക്കാൻ തീരുമാനം. ആർ ജെ ഡി സ്ഥാനാർത്ഥികൾക്ക് കൂടുതൽ വിജയസാധ്യത എൽ ഡി എഫിനൊപ്പം നിൽക്കുമ്പോഴെന്ന വിലയിരുത്തൽ. അതേസമയം എൽ ഡി എഫിൽ തുടരുന്നതിൽ ഒരു വിഭാഗം നേതാക്കൾക്ക് എതിർപ്പുണ്ട്. എൽ ഡി എഫിൽ അർഹമായ പരിഗണന ലഭിക്കുന്നില്ലെന്നും അഭിപ്രായമുണ്ട്. ബെൻസൺ ബാബു വിവരങ്ങളുമായി ചേരുന്നു. ബെൻസൺ, അപ്പോ ഈ കേരള കോൺഗ്രസ് എം യു ഡി എഫിലേക്കില്ല. ആർ ജെ ഡി മുന്നണി മാറ്റ ചർച്ചകളുമായി ബന്ധപ്പെട്ട് ആർ ജെ ഡിയുടെ പേര് നേരത്തെ കേട്ടിരുന്നു. ഇപ്പോൾ ആർ ജെ ഡിയും നിലപാട് പ്രഖ്യാപിക്കുന്നു. മുന്നണി മാറ്റമില്ല. പക്ഷേ ആർ ജെ ഡിക്കുള്ളിൽ തന്നെ രണ്ടഭിപ്രായമുണ്ട്. അംഗങ്ങൾക്കിടയിൽ ഇപ്പോഴും ഒരു സ്വരച്ചേർച്ചയില്ല നേതാക്കൾക്കിടയിൽ. അത് ഒരു വശത്തുണ്ട്. അപ്പോൾ എങ്ങനെയാണ് വിവരങ്ങൾ? സേതുലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ കേരള കോൺഗ്രസ് എം യു ഡി എഫിലേക്കില്ല, അല്ലെങ്കിൽ മുന്നണി മാറ്റത്തിനില്ല എന്ന കാര്യം വ്യക്തമായിരിക്കുകയാണ്. അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ ആർ ജെ ഡിയും ഇത്തരത്തിലൊരു മുന്നണി മാറ്റ ചർച്ചകൾ അല്ലെങ്കിൽ മുന്നണി മാറ്റത്തിനില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് രംഗത്തെത്തുന്നത്. അതായത് നമുക്കറിയാം 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3 സീറ്റുകളായിരുന്നു എൽ ഡി എഫിൽ ആർ ജെ ഡിക്ക് നൽകിയിട്ടുണ്ടായിരുന്നത്. അത് കൂത്തുപറമ്പ്, വടകര, കൽപ്പറ്റ എന്നീ മണ്ഡലങ്ങളായിരുന്നു. അതിൽ വടകരയിലും കൽപ്പറ്റയിലും ആർ ജെ ഡിക്ക് വിജയിക്കാനായില്ല. വടകരയിൽ മനയത്ത് ചന്ദ്രനും അതോടൊപ്പം തന്നെ കൽപ്പറ്റയിൽ എം വി ശ്രേയംസ്കുമാറും തോൽക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. കൂത്തുപറമ്പിൽ മാത്രമായിരുന്നു അവർക്ക് ജയിക്കാനായത്. കെ പി മോഹൻ അവിടെ വിജയിക്കുകയും ചെയ്തു. ഈ 2025 തിരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ അവർക്ക് 3 സീറ്റിൽ കൂടുതലായിട്ടുള്ള സീറ്റുകൾ ലഭിക്കണം എന്ന ഒരു ആഗ്രഹം അവർക്കുണ്ട്. അത് മുന്നണിയിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഏകദേശം 6 സീറ്റുകളോളം വേണം എന്നത് തന്നെയാണ് അവരുടെ ആഗ്രഹം, അല്ലെങ്കിൽ അവർ മുൻപോട്ട് വയ്ക്കുന്ന ആവശ്യം, ആർ ജെ ഡി മുൻപോട്ട് വയ്ക്കുന്ന ആവശ്യം. അതായത് ഇപ്പോൾ നിലവിൽ വിജയിച്ചിട്ടുള്ള അല്ലെങ്കിൽ നിലവിൽ മത്സരിച്ചിട്ടുള്ള 3 സീറ്റുകളോടൊപ്പം തന്നെ കൂടുതൽ 3 സീറ്റുകൾ കൂടി വേണം എന്ന ആവശ്യം അവർ മുൻപോട്ട് വയ്ക്കുന്നുണ്ട്. അതിൽ തന്നെ ഈ ഇത്തരത്തിൽ ഈ 3 സീറ്റുകൾ തന്നെയാണ് മത്സരിക്കുന്നതെങ്കിലും അവിടെയെല്ലാം തന്നെ വിജയസാധ്യത കൂടുതലുള്ളത് എൽ ഡി എഫിനോടൊപ്പം ചേർന്ന് മത്സരിക്കുമ്പോഴാണ്. പ്രത്യേകിച്ച് ഈ കൂത്തുപറമ്പിൽ കെ പി മോഹൻ ഇത്തവണ വീണ്ടും മത്സരിക്കുകയാണെങ്കിൽ എൽ ഡി എഫിനോടൊപ്പം നിന്നാൽ മാത്രമേ അവിടെ വിജയസാധ്യതയുള്ളൂ. അതോടൊപ്പം തന്നെ കൽപ്പറ്റയിൽ എം വി ശ്രേയംസ്കുമാറിന് കൽപ്പറ്റയിൽ സീറ്റ് നൽകാമെന്ന് യു ഡി എഫ് പറയുമ്പോഴും അവിടേക്ക് പോകുന്നതിൽ ഒരു സംശയം പ്രകടിപ്പിച്ച്, അല്ലെങ്കിൽ മുന്നണിയിൽ തന്നെ അതൊരു ചർച്ചയായി തന്നെ നിൽക്കുകയാണ്. പക്ഷേ അത്തരത്തിൽ മുന്നണി മാറ്റം വേണ്ട എന്ന തീരുമാനത്തിലേക്ക് എത്താൻ പ്രധാനപ്പെട്ട കാരണമായി നിൽക്കുന്നത് കെ പി മോഹനും അതോടൊപ്പം തന്നെ നീല ലോഹിതദാസ് അടക്കമുള്ള നേതാക്കളാണ്. അതായത് എം വി ശ്രേയംസ്കുമാർ അടക്കമുള്ള ചില നേതാക്കൾക്ക് തങ്ങൾ എൽ ഡി എഫിൽ തുടരുന്നതിൽ വലിയ താല്പര്യമില്ല. കാരണം കഴിഞ്ഞ 5 വർഷക്കാലം കാര്യമായിട്ടുള്ള പരിഗണന എൽ ഡി എഫിൽ തങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്ന് പൊതുവായി തന്നെ ആർ ജെ ഡിയുടെ നേതാവ് എന്ന നിലയിൽ എം വി ശ്രേയംസ്കുമാർ തന്നെ പലയിടങ്ങളിലും പൊതു ഇടങ്ങളിലും അതോടൊപ്പം തന്നെ മാധ്യമങ്ങളോടും ആ നിലയ്ക്ക് തന്നെ പ്രതികരിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കെ പി മോഹൻ അടക്കം, അതായത് നീല ലോഹിതദാസ് അടക്കമുള്ള ആളുകൾക്ക് തങ്ങൾ എൽ ഡി എഫിൽ നിന്നാൽ മാത്രമേ ഒരു കൃത്യമായി മുൻപോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്ന നിലപാടാണ് അവർ സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മുന്നണി മാറ്റം വേണ്ട എന്ന നിലപാടാണ് അവർ സ്വീകരിക്കുന്നത്. അപ്പോൾ അതോടൊപ്പം തന്നെ ചേർന്ന് മുൻപോട്ട് പോകാനാണ് പാർട്ടി പൂർണ്ണമായും തന്നെ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. നമുക്കറിയാം കഴിഞ്ഞ 5 വർഷക്കാലം കൃത്യമായിട്ടുള്ള പരിഗണന അവർ ലഭിച്ചിട്ടില്ല എന്ന് പറയുന്നതിന്റെ പ്രധാന കാരണം 11 പാർട്ടികളാണ് എൽ ഡി എഫിൽ ഉള്ളത്. അതിൽ എല്ലാ ഘടകകക്ഷികൾക്കും ടേം വ്യവസ്ഥയിൽ മന്ത്രിസ്ഥാനം നൽകിയെങ്കിലും ആർ ജെ ഡിക്ക് മാത്രം മന്ത്രിസ്ഥാനം നൽകിയിട്ടുണ്ടായിരുന്നില്ല. അതിലൊരു അമർഷം നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ 2021 3 സീറ്റുകൾ നൽകി 2026 എത്തുമ്പോഴേക്കും അത് കൂടുതൽ സീറ്റുകൾ നൽകാമെന്ന് അന്നത്തെ പാർട്ടി സെക്രട്ടറി ആയിട്ടുണ്ടായിരുന്നല്ലോ കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലും ഇത്തവണ അവർക്കൊരു വിശ്വാസമുണ്ട്. അപ്പോൾ കോവളം, ചാലക്കുടി അടക്കമുള്ള സീറ്റുകൾ കൂടുതലായി ചോദിക്കാനാണ് ഇത്തവണ അവർ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ സീറ്റുകൾ ലഭിക്കുകയും ഈ മത്സരിക്കുന്ന ഇടങ്ങളിൽ വിജയസാധ്യത കൂടുതൽ എൽ ഡി എഫിനോടൊപ്പം നിൽക്കുകയും ചെയ്യുമ്പോഴാണ് എന്ന തിരിച്ചറിവാണ് അവരെ ഇപ്പോൾ യു ഡി എഫിലേക്ക് പോകണ്ട, എൽ ഡി എഫിൽ തന്നെ തുടരാം എന്ന തീരുമാനത്തിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ഓക്കെ, ശരി ബെൻസ. അപ്പോൾ അതാണ് ആർ ജെ ഡി എൽ ഡി എഫിൽ തന്നെ തുടരും. പക്ഷേ അപ്പോഴും വരുന്നൊരു ചോദ്യം എന്നറിയോ, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞ ആ വിസ്മയം, അത് ഐഷ പോറ്റിയിൽ മാത്രം ഒതുങ്ങുകയാണോ എന്നുള്ളത്. ആർ ജെ ഡി ഇല്ല, കേരള കോൺഗ്രസ് എം ഇല്ല, ശ്രമിച്ചവരാരും ഇല്ല. പക്ഷേ ഐഷ പോറ്റി എത്തുകയും ചെയ്തപ്പോൾ വിസ്മയം ഒന്നിൽ അവസാനിച്ചോ എന്നുള്ളതാണ് ഒരു ചോദ്യം. പക്ഷേ ഇനിയും ദിവസങ്ങളുണ്ട്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പോലെ ദിവസങ്ങളൊക്കെ കിടപ്പുണ്ട്. ഇനി വിസ്മയം ആവർത്തിക്കുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്നറിയാം. പ്രിയപ്പെട്ട